ഷുഗർ നിയന്ത്രിക്കാൻ പഞ്ചസാരയും മധുര പലഹാരങ്ങളും മാത്രം ഒഴിവാക്കിയാൽ മതിയോ? മധുരം കഴിക്കുന്നതും ഒഴിവാക്കുന്നതും സംബന്ധിച്ച നമ്മുടെ ധാരണകൾ പൂർണ്ണമായും ശരിയാണോ? നാം കഴിക്കുന്ന ഒരു ദിവസത്തെ ഊർജ്ജം ഇത് ശരാശരി ഒരു 1000-1500 കലോറി എന്ന് കൂട്ടിക്കോളൂ. അതിൽ 50% മാത്രമേ മധുരത്തിൽ നിന്ന് വരാൻ പാടുള്ളൂ. 20% പ്രോട്ടീനും 30% ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിൽ നിന്നാകണം. 4 തരത്തിലുള്ള മധുര ഭക്ഷണങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ അന്നജം എന്ന് വിളിക്കുന്നത്. ഏത് അന്നജം ദഹിച്ചാലും നമുക്ക് ലഭിക്കുന്നത് മധുരമാണ്. ഈ 4 വിഭാഗം എന്ന് പറഞ്ഞാൽ ഒന്ന് മധുരമാണ്. മധുരം എന്ന് പറഞ്ഞാൽ പഞ്ചസാര, ശർക്കര, തേൻ, ഗ്ലൂക്കോസ് ഇതെല്ലാം മധുരമാണ്. 2 ധാന്യം കിഴങ്ങാണ്. 3 ഫ്രൂട്ട്സ്, 4 വെജിറ്റബിൾസ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മധുരത്തിൽ ഏതാണ്ട് 90 മുതൽ 100% ഷുഗറാണ്. അത് ഏത് മധുരമാണെങ്കിലും ഒരുപോലെയാണ്. ഒരു 5-10% ഇങ്ങോട്ടോ അങ്ങോട്ടോ വ്യത്യാസം കാണാം. ധാന്യം കിഴങ്ങിൽ ഏതാണ്ട് 65 മുതൽ 80% ഷുഗറാണ്. ഫ്രൂട്ട്സിൽ ഏതാണ്ട് 15%, മധുരം കുറഞ്ഞവയിൽ. മധുരം കൂടിയതാണെങ്കിൽ ഒരു 25%. അതുപോലെ പച്ചക്കറികളിൽ 5% ഷുഗറാണ്. 2 കാര്യം പ്രധാനമാണ്. ഒന്ന്, നമ്മുടെ രക്തത്തിൽ ഡയബറ്റീസ് ഉള്ളവരായാലും ഇല്ലാത്തവരായാലും രക്തത്തിൽ ഷുഗർ ചെറുതായി നിൽക്കുക എന്നത് പ്രധാനമാണ്. രക്തത്തിൽ ഷുഗർ സ്റ്റഡിയായി നിൽക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതിന് ഏറ്റവും നല്ല ഭക്ഷണം പച്ചക്കറികളാണ്.